ഹലോ ഡിയേഴ്സ്, ഏവരെയും ഐറിൻ ഫാഷൻ കോർണറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ബാക്ക് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ പാറ്റേൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടേക്കണേ, നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് പാറ്റേൺ ബാക്കിലെ പോലെ തന്നെ സെയിം പാറ്റേൺ ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മാർക്കിങ്ങും ഇതിലും നമ്മൾ ഈ പാറ്റേണിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മെയിനായിട്ട് നെക്ക് പോർഷനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ നെക്ക് പോർഷൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷന് ബാക്കിലെ അത്രയും തന്നെ ലെങ്ത്ത് ആവശ്യമില്ല. ഫ്രണ്ട് പോർഷന് നമുക്ക് കുറച്ച് ലെങ്ത്ത് ആവശ്യമുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പോർഷനിലെ നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചാണ് സീം അലവൻസ് വിട്ടിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലെങ്ത്തിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചാണ് ഞാൻ ആ ഒരു നെക്കിൻ്റെ ഡിസൈനായിട്ട് കൊടുക്കാനുള്ള ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് ഈ കാണിക്കുന്ന രീതിയിൽ ഒരു 1/2 ഇഞ്ച് ആ ഒരു കോർണറിൽ നമുക്ക് കൂട്ടി കൊടുക്കണം. എന്നിട്ട് ഒന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുക്കുക. ഞാൻ ഈ കാണിച്ചു തരുന്ന ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ അതിനെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഓക്കെ, ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ആ സ്വീറ്റ് ഹാർട്ടിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്ക് എന്ന് അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇനി തെറ്റിപ്പോകണ്ട. ബാക്കിലെ പാറ്റേൺ ആണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, ഇനി ആം ഹോളിൻ്റെ സൈഡിലാണ് നമുക്ക് മാറ്റം വരുത്താനുള്ളത്. ആം ഹോൾ നമുക്കൊരു 1/2 ഇഞ്ച് ഒന്ന് താഴേക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എൽ സ്ക്വയറിൻ്റെ ആ കോർണറിലും പിന്നെ അതുപോലെ തന്നെ സൈഡിലെ സീം അലവൻസ് എവിടെയാണോ സ്റ്റാർട്ടിങ് ആവണേ അവിടെയും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ആം ഹോളിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അത് കുഴിച്ച് വരയ്ക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ആ എൽ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നമ്മൾ വരച്ചിരുന്നല്ലോ, അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ബാക്കിലേക്ക് ഒന്ന് എടുത്ത് മാർക്ക് ചെയ്യുകയാണ്. കാണുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഒരു 1/2 ഇഞ്ച് നമ്മൾ ബാക്കിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലാണ് നമ്മൾ കർവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതൊന്ന് കർവ് ചെയ്തെടുത്തിട്ട് മേലേക്കുള്ള പോർഷനും കൂടി നമ്മൾ അതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ വരച്ച് ക്ലിയറായിട്ട് നമ്മൾ കട്ട് ചെയ്താലും നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ കുറച്ചും കൂടി ഒന്ന് ആം ഹോളിൻ്റെ സൈഡ് ക്ലിയർ ചെയ്തെടുക്കേണ്ടി വരും. അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ കാണിച്ചു തരാം ക്ലിയറായിട്ട്. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നത് സ്റ്റിച്ചിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ നെക്ക് പോർഷൻ കറക്റ്റായിട്ട് നമ്മൾ ആ വരച്ചിരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ. നമ്മൾ ആദ്യം വരച്ച ലൈനും പിന്നത്തെ ലൈനും തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതുപോലെ തന്നെ ബാക്കിൽ ആം ഹോളാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഫ്രണ്ടിൽ ആം ഹോള് കർവ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഫ്രണ്ടിൽ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ബ്ലൗസിന് ലൈനിങ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതും ബാക്ക് പോർഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളതും നമ്മൾ കൃത്യമായി 2 വീഡിയോയിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ചെറിയ ഷോർട്ട്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉപകരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളിനി ഫ്രണ്ടിൽ നമുക്കൊരു പിൻ പോയിൻ്റ് കാണണമല്ലോ ബ്രസ്റ്റിൽ. ആ പോയിൻ്റ് നമുക്ക് കിട്ടിയാലാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മേലെ നിന്നൊരു 10 ഇഞ്ചും അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ പോർഷനിൽ നിന്ന് ഒരു 4.25 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് പിൻ പോയിൻ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ സീം അലവൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ടേപ്പ് പിടിച്ചിരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. മേലത്തെ 1/2 ഇഞ്ചും കുറയ്ക്കണം. അതുപോലെ തന്നെ സൈഡിലെ 1.5 ഇഞ്ചും കുറച്ചിട്ട് ബാക്കിയുള്ള പോർഷനാണ് നമ്മളിവിടെ ടേപ്പ് പിടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ കണക്കാക്കി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിൻ്റെല്ലാം നമ്മൾ കൊടുത്തു. ഇപ്പോൾ ആദ്യം പിൻ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് താഴേക്കും സ്ട്രെയിറ്റ് ചെയ്ത് ആ ഒരു പോയിൻ്റ് ലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ സ്കെയിൽ വെച്ച് നമ്മളൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 2 സൈഡിലേക്ക് നമുക്ക് മെഷർമെൻറ്റ് എടുക്കണം. ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ ഇന്നർ പോർഷൻ വരുന്ന ആ ഒരു സൈഡിലേക്ക് 1/2 ഇഞ്ചും അതുപോലെ തന്നെ സീം അലവൻസ് പോകുന്ന സൈഡിലേക്ക്, അതായത് സൈഡിൽ സ്റ്റിച്ച് പോകുന്ന ആ ഒരു സൈഡിലേക്ക്
1.5 ഇഞ്ചുമാണ് ഞാനെടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കുകയാണ്. ഞാനവിടെ ചോക്ക് വെച്ചാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അവിടെ പിങ്ക് ലൈൻ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരേം. ഇപ്പോൾ മേലേക്കുള്ള പോർഷനാണ് ഞാൻ ഒന്ന് കർവ് ചെയ്ത് കാണിക്കുന്നത്. നമ്മളവിടെ ആം ഹോളിൻ്റെ അവിടെ ഒരു പോയിൻ്റ് കൊടുത്തിരുന്നല്ലോ, ആ പോയിന്റിൽ നിന്ന് പിൻ പോയിന്റിലേക്ക് കർവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, അത് കർവ് ചെയ്തെടുത്തതിന് ശേഷം താഴേക്ക് കർവ് ചെയ്തെടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ആ പിൻ പോയിന്റിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 2.5 ഇഞ്ചിലാണ് നമ്മൾ കർവ് ചെയ്തെടുക്കുന്നത്. നമ്മളവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രേറ്റ് ലൈനിലേക്കാണ് ഈ കർവ് സ്കെയിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്, 2.5 ഇഞ്ച് ഡൗൺ ആക്കിയിട്ട്. ആ 2.5 ഇഞ്ചിൽ നിന്ന് ബാക്കി താഴേക്ക് കാണിക്കുന്ന രീതിയിലാണ് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ആ പിങ്ക് ലൈൻ കൊടുത്തേക്കുന്നത് മനസ്സിലായോ? നമ്മുടെ ബാക്കിലെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നമുക്ക് ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണോ വരുന്നത് അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ, ആ പിങ്ക് ലൈനിൽ. ഇനി നമുക്ക് ആ ഡാട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നാണ് നോക്കുന്നത്. ആ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിരിക്കുന്നത് ആദ്യം ഞാൻ കട്ട് ചെയ്തെടുത്തു. മേലേക്കുള്ള പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ആ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ പിന്നെയും കൊടുത്തിരിക്കുന്ന ആ ഒരു കർവ് ഷേപ്പിലാണ് നമ്മൾ താഴത്തെ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആ താഴത്തെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മേലെ ആ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു ടക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻറ്ററിൽ ആ 2 പീസ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ആ ഒരു പീസും മേലെ അതുപോലെ തന്നെ ചെറിയൊരു 1/4 ഇഞ്ചിൻ്റെ പീസ് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടോ. ഇനി നമ്മൾ ഇതിനെ മെറ്റീരിയലിലേക്ക്, തുണിയിലേക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരെ ഞാൻ ഈ പാറ്റേൺ കൊണ്ടുപോയിട്ട് തുണിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 പീസായിട്ടാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്ററിലെ പോർഷൻ, അതായത് നെക്ക് പോർഷൻ വരുന്ന ആ ഒരു പീസിനെ ഞാൻ തുണിയിലേക്ക് വെച്ച് അവിടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ഈ പീസിന് 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു സൈഡിലും ഈ പീസിനെ നമ്മൾ തുണിയിലേക്ക് കട്ട് ചെയ്യുമ്പോൾ സീം അലവൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ബാക്കിയുള്ള പോർഷനിൽ സീം അലവൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ കളേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ നമ്മൾ ഏത് സൈഡിലാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നതെന്ന്. ഇനി ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും സീം അലവൻസ് കുറച്ച് കൂടുതൽ കൊടുക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ആ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന പോർഷനിൽ അവിടെ മേലെ പോർഷനിൽ വരുമ്പോൾ ഒരു 1/2 ഇഞ്ചും താഴത്തെ പോർഷനിൽ വരുമ്പോൾ ഒരു 2 ഇഞ്ചും നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാണിക്കുന്ന ടേപ്പ് വെച്ച് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, 2 ഇഞ്ചാണ് അവിടെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളൊരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നല്ലോ, ആ പീസിനുള്ളതാണ് നമ്മൾ അവിടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, താഴത്തെ മെഷർമെൻ്റ് എല്ലാം ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്യാം. സൈഡിൽ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പുറം വരുന്ന ആ കർവ് വരുന്ന ആ ഒരു സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് ആ കർവ് കൊടുത്തിരിക്കുന്ന അതേ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക, 1/2 ഇഞ്ച്, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ടിങ് വരുന്നത്. എല്ലാവർക്കും ഇത്രയും പറഞ്ഞ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.